സൗത്ത് കൊറിയയുടെ പ്രസിഡന്റ് ലീ ജെ മ്യൂങ്ങും അദ്ദേഹത്തിന്റെ ടീമും നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ഒന്നിച്ച് സംയുക്ത വാർത്താ സമ്മേളനം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൗസിൽ വെച്ചാണ് സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. എന്താണ് ഇത്ര പെട്ടെന്ന് സൗത്ത് കൊറിയയുടെ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുന്നത്? അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിച്ചാൽ ഗ്ലോബൽ സൗത്തിന്റെ ലീഡർ ആണ് ഇന്ത്യ എന്ന് സൗത്ത് കൊറിയൻ പ്രസിഡന്റ് ഔദ്യോഗികമായിട്ട് തന്നെ സമ്മതിക്കുന്നുണ്ട് ഇന്ന്. അതായത് ഇന്ത്യയുടെ വികസിത് ഭാരത് 2047 എന്ന കാഴ്ചപ്പാടിനെ പ്രശംസിക്കുകയും ഗ്ലോബൽ സൗത്തിന്റെ നേതാവായിട്ട് ഇന്ത്യ ഉയർന്നു വരുന്നതിനെ അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിലെ സമീപകാല പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ ഊർജ വിതരണം ഉറപ്പാക്കുന്നതിനും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായിട്ടുള്ള യാത്ര ഉറപ്പാക്കുന്നതിനുള്ള പ്രാധാന്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ അനിശ്ചിത കാലത്ത് പരസ്പര വളർച്ചയ്ക്കും നവീകരണത്തിനുമായിട്ട് ഇന്ത്യയും കൊറിയയും ഏറ്റവും അനുയോജ്യരായ പങ്കാളികളാണ് എന്നും കൊറിയൻ പ്രസിഡന്റ് പറയുന്നുണ്ട്. നിലവിലെ $25 ബില്യൺ നിന്ന് ഉഭയകക്ഷി വ്യാപാരം 2030 $50 ബില്യൺ വർദ്ധിപ്പിക്കാൻ ഇരു നേതാക്കളും സമ്മതിച്ചതായും അദ്ദേഹം പറയുന്നു. അപ്പൊ ഈ വാചകങ്ങളിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ഈ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് തന്നെ എന്താണ് അദ്ദേഹം പെട്ടെന്ന് ഇന്ത്യയിലേക്ക് വന്നത്, എന്താണ് കൊറിയ ആഗ്രഹിക്കുന്നതെന്ന് ഏകദേശം നമുക്ക് ഊഹിക്കാം. അതായത് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരം വർദ്ധിപ്പിക്കാൻ കൊറിയ ആഗ്രഹിക്കുന്നുണ്ട്. രണ്ടാമത്, ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് നീക്കം, കൊറിയയിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഉൾപ്പെടെ സകലതും കടന്നു വരുന്നത് അതുവഴിയാണ്. അപ്പോൾ ഇന്ത്യയുടെ അടുത്തുകൂടിയാണ് കടന്നു വരുന്നത്. ഹോർമുസ് കടലിൽ നിലവിലെ സുരക്ഷ ഒരുക്കുന്നത് പ്രധാനമായും ഇന്ത്യ കൂടിയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മേജർ പവറാണ് ഇന്ത്യ. സോ ഇന്ത്യയുമായിട്ടുള്ള പങ്കാളിത്തം തങ്ങളുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ വളരെ നിർണായകമാണ് എന്ന് കൊറിയ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഊർജ്ജ സുരക്ഷ ഈ ഒരു വരവിൽ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ്. ലോകം ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെന്ന് സൗത്ത് കൊറിയൻ തിരിച്ചറിയുന്നുണ്ട്. ആ സാഹചര്യത്തിൽ പുതിയ ശക്തമായ പങ്കാളികൾ ഉണ്ടാകേണ്ടത് കൊറിയയുടെയും ആവശ്യമാണ്. ഇത്രയും കാലം കൊറിയ നമുക്കറിയാവുന്നത് അമേരിക്കയുടെ ഒരു പ്രോക്സി സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു സാമന്ത രാജ്യം എന്ന നിലയ്ക്കാണ്. ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ജപ്പാൻ, സൗത്ത് കൊറിയ, ഓസ്ട്രേലിയ, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അമേരിക്കയുടെ സാമന്തരാണ്. ഈ അമേരിക്കൻ സാമന്ത രാജ്യങ്ങൾ ഇത്രയും കാലം അമേരിക്ക പറയുന്നത് മാത്രം അനുസരിച്ച് മുന്നോട്ട് പോയി. ട്രംപ് വന്നതോടുകൂടി അവർക്ക് മനസ്സിലായി ഏത് സമയത്തും കറിവേപ്പില പോലെ അമേരിക്ക തങ്ങളെ വലിച്ചെറിഞ്ഞേക്കാം. ആ ഘട്ടത്തിലാണ് ഇന്ത്യ പോലത്തെ ഒരു നിഷ്പക്ഷ ശക്തിയുമായിട്ട് അല്ലെങ്കിൽ ഒരു ബാലൻസിങ് പവറുമായിട്ട് ഒരു സൗഹൃദം പുലർത്തേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് കൊറിയയും തിരിച്ചറിയുന്നത്. ഇന്ത്യയും കൊറിയയും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. കൃത്യമായി പറഞ്ഞാൽ കൊറിയ എന്ന് പറയുന്നത് അതിശക്തമായ ഇന്ത്യൻ സംസ്കാരത്തിന്റെ വേരുകളുള്ള ഒരു സ്ഥലമാണ്. ഏതാണ്ട് 1000 വർഷത്തിലേറെ തുടർച്ചയായിട്ട് ബുദ്ധമതത്തിന് വലിയ സ്വാധീനമുണ്ടായിരുന്ന മണ്ണാണ് ഈ കൊറിയൻ മണ്ണെന്ന് പറയുന്നത്. പൂർണ്ണമായും ഒരു ഘട്ടത്തിൽ കൊറിയ ബുദ്ധിസ്റ്റ് കൺട്രി ആയിരുന്നു. പ്രത്യേകിച്ച് അവിടെ ഇന്നും നമുക്ക് കൊറിയയിലെ പുരാവസ്തുക്കൾ പരിശോധിച്ചാൽ അല്ലെങ്കിൽ അവിടെയുള്ള പുരാതന കെട്ടിടങ്ങൾ, ക്ഷേത്രങ്ങളൊക്കെ നോക്കിയാൽ ബുദ്ധമതത്തിന്റെ കേന്ദ്രമായിരുന്നു എന്ന് കാണാൻ കഴിയും. സില്ല രാജവംശത്തിന്റെ കാലത്ത് ഏകദേശം ക്രിസ്തുവർഷം 668 മുതൽ 935 വരെ കൊറിയൻ ഉപദ്വീപ് മുഴുവനായും ആ ഒരു ഭരണത്തിന്റെ കീഴിൽ കൊണ്ടുവരികയും ഈ കാലത്ത് ദേശീയ മതമായിട്ട് അവിടെ ബുദ്ധമതം മാറുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഗോറിയോ രാജവംശത്തിന്റെ കാലഘട്ടത്തിൽ ഏതാണ്ട് ക്രിസ്തുവർഷം 918 മുതൽ 1392 വരെ ബുദ്ധമതം കൊറിയയിൽ ഏറ്റവും അധികം അധികാരം അനുഭവിച്ച കാലഘട്ടമായിരുന്നു. അതായത് ഭരണകൂടത്തിന്റെ തീരുമാനങ്ങളിൽ പോലും ബുദ്ധസന്യാസിമാർക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു. കല, സാഹിത്യം, രാഷ്ട്രീയം എന്നിവയെല്ലാം ബുദ്ധമത തത്വങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു. എന്ന് വെച്ചാൽ പക്കാ ഒരു ബുദ്ധിസ്റ്റ് രാജ്യമായിരുന്നു ഈ കൊറിയ എന്ന് പറയുന്നത്. ആ കൊറിയ പിന്നീട് മാറി തുടങ്ങുന്നത് ഈ ജോസോൺ രാജവംശത്തിന്റെ വരവോടെയാണ്. 1392 മുതൽ ഏതാണ്ട് 1897 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ജോസോൺ രാജവംശം അധികാരത്തിൽ വരികയും അവരെ നിയോ കൺഫ്യൂഷ്യനിസം ഫോളോ ചെയ്യുകയും ഔദ്യോഗിക പ്രത്യയശാസ്ത്രമായിട്ട് സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് ബുദ്ധമതത്തിനുള്ള ഭരണപരമായ പിന്തുണയൊക്കെ അവർ പിൻവലിക്കുന്നുണ്ട്. ഈ കാലങ്ങളിലാണ് പലപ്പോഴായിട്ട് ബുദ്ധ സന്യാസിമാരും നഗരങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു, ക്ഷേത്രങ്ങൾ മലയോരങ്ങളിലേക്ക് മാറ്റുന്നു, അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പക്ഷെ ഇപ്പോഴും കൊറിയയുടെ ടോട്ടൽ പോപ്പുലേഷൻ എടുത്താൽ അതിൽ 50% പേര് ഒരു മതങ്ങളിലും വിശ്വസിക്കാത്തവരാണെങ്കിൽ ഏതാണ്ട് 27% പേര് ക്രിസ്തുമത വിശ്വാസികളും ഏതാണ്ട് 20% പേര് ബുദ്ധമത വിശ്വാസികളുമാണ്. അതായത് ബുദ്ധമതത്തിന് ഇപ്പോഴും കൊറിയയിൽ സ്ഥാനമുണ്ട്. അപ്പോൾ ഈ ബുദ്ധമതം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യൻ കൾച്ചറിന്റെ ഭാഗമാണ്. ഈ ബുദ്ധിസം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് രൂപം കൊണ്ട ഒരു കൾച്ചറാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ ചൈന, കൊറിയ അല്ലെങ്കിൽ നമ്മുടെ ഇന്തോനേഷ്യ അടക്കം ലോകത്തെ ഒരുപാട് രാജ്യങ്ങളിൽ ഇന്നും അതിന് കൃത്യമായ അടിത്തറയുണ്ട്. അപ്പോൾ സാംസ്കാരികമായി ചിന്തിച്ചാൽ ഇന്ത്യയുമായിട്ട് വളരെ വലിയ ബന്ധം
കൊറിയയ്ക്ക് ഉണ്ട് എന്ന് കാണാൻ കഴിയും ചരിത്രപരമായി തന്നെ. മാത്രമല്ല ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ അയോധ്യയിൽ നിന്ന് പോയ ഒരു രാജകുമാരിയാണ് കൊറിയൻ ജനതയുടെ ഇന്നത്തെ പൂർവികർ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അയോധ്യയിൽ നിന്ന് ഒരു രാജകുമാരി കൊറിയയിലേക്ക് പോകുന്നു, അവിടെ രാജാവിനെ വിവാഹം കഴിക്കുന്നു, എന്നിട്ട് അവരുടെ തലമുറയിൽപ്പെട്ടവരാണ് ഇന്നത്തെ കൊറിയക്കാർ എന്നാണ് അവിടെ ഒരു വലിയ വിശ്വാസം നിലവിലുള്ളത്. കൊറിയക്കാരുടെ വിശ്വാസം അനുസരിച്ച് സുരിരത്ന എന്നോ മറ്റോ പേരുള്ള ഒരു രാജകുമാരി സമുദ്രമാർഗം സഞ്ചരിച്ച് കൊറിയയിലെത്തുകയും അവിടുത്തെ ഗായ രാജ്യത്തിന്റെ സ്ഥാപകനായ കിം സൂറോ രാജാവിനെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. ഈ രാജകുമാരി കൊറിയയിൽ ഹിയോ ഹ്വാങ് ഓക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കൊറിയയിലെ ദശലക്ഷക്കണക്കിന് ആളുകൾ തങ്ങൾ ഈ ദമ്പതികളുടെ പിൻഗാമികളാണെന്ന് ഇന്നും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്മരണയ്ക്കായിട്ട് അയോധ്യയിൽ ഒരു കൊറിയൻ സ്മാരകമൊക്കെ ഉണ്ട്. മറ്റൊരു തർക്കം എന്ന് പറയുന്നത് ഈ രാജകുമാരി ഇന്ത്യയുടെ സൗത്തേൺ പാർട്സിൽ നിന്ന് പോയതാണെന്നുള്ള തർക്കങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യയിൽ നിന്നൊരു രാജകുമാരി അങ്ങോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ചരിത്രത്തിൽ വലിയ രീതിയിലുള്ള ബന്ധം രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലുണ്ട്. ഇനി ഇന്നത്തെ ഇന്ത്യയുടെയും കൊറിയയുടെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ത്യയെക്കാൾ പെർ ക്യാപിറ്റ ഇൻകം കൂടുതലുള്ള ഒരു രാജ്യമാണ് കൊറിയ. ഇന്ത്യയെക്കാൾ മാനുഫാക്ചറിംഗ് രംഗത്ത് പല മേഖലയിലും, പ്രത്യേകിച്ച് ടെക്നോളജി രംഗത്ത്, വിശേഷിച്ച് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, ചിപ്പുകളുടെ നിർമ്മാണം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൊറിയ മുന്നിലാണ്. ഇതിൽ കൊറിയ മുന്നിൽ നിന്ന് നയിക്കുന്ന നിരവധി കമ്പനികളുണ്ട്. ഉദാഹരണത്തിന് LG കൊറിയയിലെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ സാംസങ് വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ്. അതുപോലെ കിയ, ഹുണ്ടായി പോലെയുള്ള കാർ ബ്രാൻഡുകൾ, ഇതൊക്കെ കൊറിയയിലെ പ്രധാനപ്പെട്ട കമ്പനികളാണ്. സാംസങ് എന്ന് പറയുന്നത് ഡിസ്പ്ലേ നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ലോകത്തെ മുൻനിര കമ്പനിയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലും അതോടൊപ്പം തന്നെ ടെക്നോളജി മേഖലയിലും ഇലക്ട്രോണിക്സ് മേഖലയിലൊക്കെ കൊറിയ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. ഇതോടൊപ്പം തന്നെ ഹെവി ഇൻഡസ്ട്രിയുടെ കാര്യം എടുത്താലും, പ്രത്യേകിച്ച് കപ്പൽ നിർമ്മാണം, ഇതിലൊക്കെ കൊറിയ വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. റോബോട്ടിക്സ്, ഓട്ടോമേഷൻ പോലെയുള്ള കാര്യങ്ങളിലും കൊറിയ അതിവേഗം വളരുകയാണ്. ഫാക്ടറികളിലെ റോബോട്ടിക് ഉപയോഗത്തിലും ഓട്ടോമേഷനിലും കൊറിയ ലോകത്ത് തന്നെ ഒന്നാമതെന്ന് പറയാവുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ കൊറിയയുമായിട്ടുള്ള സഹകരണം ഇന്ത്യക്കും വളരെയധികം ഗുണം ചെയ്യും. ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ IT സോഫ്റ്റ്വെയർ മേഖലയിൽ ലോകത്തിന്റെ IT ഹബ്ബ് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ വികസനത്തിൽ ലോകത്ത് തന്നെ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ബഹിരാകാശ ഗവേഷണ രംഗത്ത് നമ്മൾ കൊറിയയേക്കാൾ വളരെ മുന്നിലാണ്. മരുന്ന് നിർമ്മാണത്തിൽ നമ്മൾ വളരെ മുന്നിലാണ്. മനുഷ്യ വിഭവശേഷിയിൽ മുന്നിലാണ്. കൃഷിയും പ്രകൃതി വിഭവങ്ങളുടെയും കാര്യത്തിൽ നമ്മൾ മുന്നിലാണ്. അതോടൊപ്പം തന്നെ പ്രതിരോധ രംഗം എടുത്ത് പരിശോധിച്ചാലും ഇപ്പോൾ മിസൈൽ സാങ്കേതിക വിദ്യയിൽ വളരെ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ ബ്രഹ്മോസ്, അഗ്നി, പൃഥ്വി പോലെയുള്ള മിസൈലുകൾ, ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളും സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളും അടക്കം നിർമ്മിക്കുന്ന വളരെ ശക്തമായ രാജ്യമാണ് ഇന്ത്യ. കൊറിയയേക്കാൾ വളരെ മുന്നിലാണ് ഇക്കാര്യത്തിൽ ഇന്ത്യ. അതോടൊപ്പം തന്നെ കൊറിയയും തദ്ദേശീയമായിട്ട്, നമ്മൾ തേജസ് യുദ്ധവിമാനം നിർമ്മിച്ചതുപോലെ കൊറിയയും തദ്ദേശീയമായ വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. പക്ഷെ അത് അമേരിക്കൻ സഹായത്തോടെയും അമേരിക്കൻ ടെക്നോളജിയുടെ സഹായത്തോടെയുമാണ്. എന്നിരുന്നാലും കൊറിയയും തദ്ദേശീയമായിട്ട് വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ കുറെ കൂടി പൂർണ്ണമായും സ്വയം പര്യാപ്തതയിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യ ഒരു ആണവ ശക്തിയാണ്, കൊറിയ ഒരു ആണവ ശക്തിയല്ല. ബഹിരാകാശ അധിഷ്ഠിത പ്രതിരോധമാണ് ഇന്ത്യയുടേത്. ഉപഗ്രഹങ്ങൾ വഴി ശത്രുക്കളെ നിരീക്ഷിക്കാനും ആശയവിനിമയം നടത്താനും ഒക്കെ ഇന്ത്യക്ക് കഴിവുണ്ട്. ഇപ്പോൾ ഡിഫൻസ് രംഗത്ത് നോക്കിയാൽ ഇന്ത്യ ലോകത്തെ 4ാമത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ്. ആദ്യ 10ൽ പെടുന്ന ഒരു സൈനിക ശക്തി തന്നെയാണ് ഈ പറയുന്ന ദക്ഷിണ കൊറിയ ആണെങ്കിലും. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ കുറെ കൂടി ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രവും ഒരു മേജർ പവറുമാണ്, ഒരു ഗ്രേറ്റ് പവറായിട്ട് പൊതുവെ കണക്കാക്കപ്പെടുന്ന രാജ്യമാണ്. സൗത്ത് കൊറിയ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു പ്രോക്സി സ്റ്റേറ്റ് എന്നോ ഒരു വെസൽ സ്റ്റേറ്റ് എന്നോ വിളിക്കാവുന്ന ഒരു രാജ്യമാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നിരുന്നാലും പല മേഖലയിലും, വിശേഷിച്ച് ടെക്നോളജി രംഗത്ത് സൗത്ത് കൊറിയ കൈവരിച്ച വളർച്ചയെ നമുക്ക് നിസ്സാരമായി കാണാൻ കഴിയില്ല. പിന്നെ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ്ങിന്റെ ഈ സന്ദർശനം എന്ന് പറയുന്നത് വളരെ ആഴത്തിലുള്ള നിരീക്ഷണങ്ങളുടെയും തീരുമാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഒന്നാണ്. ലോകത്തെ പ്രമുഖ നിർമ്മാണ ഹബ്ബായിട്ടുള്ള ചൈനയുമായിട്ടുള്ള ബന്ധത്തിൽ പല രാജ്യങ്ങൾക്കും ഇപ്പോൾ ആശങ്കകളുണ്ട്. കൊറിയൻ കമ്പനികൾ അവരുടെ ഉൽപ്പാദന കേന്ദ്രങ്ങൾ ചൈനയിൽ നിന്ന് മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇതിന് ഏറ്റവും അനുയോജ്യമായ രാജ്യം ഇന്ത്യയാണ് എന്നാണ് അവർ കരുതുന്നത്. സാംസങ്, ഹ്യുണ്ടായി പോലെയുള്ള കമ്പനികൾക്ക് ഇന്ത്യയിലുള്ള നിക്ഷേപം ഇരട്ടിയാക്കണം എന്ന താല്പര്യമുണ്ട്. മാത്രമല്ല ഇന്ത്യ ഇപ്പോൾ സ്വന്തമായിട്ട് സെമി കണ്ടക്ടർ ചിപ്പുകൾ നിർമ്മിക്കുന്ന ഒരു വലിയ ശക്തിയായി മാറാൻ ശ്രമിക്കുന്ന രാജ്യമാണ്. ലോകത്ത് ചിപ്പ് നിർമ്മാണത്തിൽ നിലവിൽ മുൻനിരയിലുള്ള രാജ്യമായ ദക്ഷിണ കൊറിയ ഇന്ത്യയുമായിട്ട് സഹകരിച്ചുകൊണ്ട് തങ്ങളുടെ സാധ്യതകൾ കൂടി ഇതിനകത്ത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ത്യ എന്തായാലും ചിപ്പ് നിർമ്മാണത്തിൽ അതിവേഗം മുന്നേറും. സ്വാഭാവികമായി ഇന്ത്യയുമായി സഹകരിക്കാൻ കഴിയുന്ന മേഖലകളിലൊക്കെ സഹകരിച്ച് സാമ്പത്തികമായ ഗ്രോത്ത് തങ്ങൾക്കും കൂടി ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് കൊറിയ പരിശോധിക്കുന്നത്. ചിപ്പുകൾ മുതൽ കപ്പൽ വരെ എന്നുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്റ്റേറ്റ്മെന്റ് ഇതിന്റെ സൂചനയുമാണ്. ഇന്ത്യ സാധാരണ ഒരു മാനുഫാക്ചറിംഗ് പവറായിട്ടല്ല വളരുന്നത്, അതോടൊപ്പം തന്നെ ഒരു ആഗോള പ്രതിരോധ നിർമ്മാണ ഹബ്ബായിട്ട് കൂടി ഇന്ത്യ വളരുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ആ ഇന്ത്യയിൽ പ്രതിരോധ ഉപകരണങ്ങൾ, പീരങ്കികളൊക്കെ നിർമ്മിക്കാനായിട്ട് കൊറിയൻ കമ്പനികൾക്ക് വലിയ താല്പര്യമുണ്ട്. അപ്പൊ ഇന്ത്യയുമായിട്ട് പങ്കാളിയാകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇതും പ്രസിഡന്റിന്റെ ഈ അതിവേഗ വരവിൽ പ്രധാനമായും ചർച്ചയാകുന്ന ഒരു വിഷയമാണ്. കടൽ മാർഗമുള്ള വ്യാപാരവും സുരക്ഷയും ഇന്ന് ലോകത്ത് വലിയ ചർച്ചാ വിഷയമാണ്. പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്ക് പോലുള്ള സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾ കൊറിയയുടെ ഊർജ്ജ വിതരണത്തെ ബാധിക്കുന്നുണ്ട്. ഇത്തരം ആഗോള പ്രശ്നങ്ങളിൽ ഇന്ത്യ പോലെ ശക്തമായ ഒരു രാജ്യത്തിന്റെ പിന്തുണ കൊറിയയ്ക്ക് ആവശ്യമാണ്. ഇന്ത്യ ഒരു ആഗോള സാമ്പത്തിക പ്രതിരോധ ശക്തിയായിട്ട് അതിവേഗം വളരുന്നത് ദക്ഷിണ കൊറിയ തിരിച്ചറിയുന്നുണ്ട്. ആ വളർച്ചയുടെ ഭാഗമാകാനും തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനുമാണ് പ്രസിഡന്റ് ലീ ഇപ്പോൾ ഇന്ത്യയിലെത്തിയിരിക്കുന്നത്. ഇതിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വെറും ഒരു വ്യാപാരത്തിനപ്പുറം ഒരു ഭാവി പങ്കാളിത്തം അഥവാ ഫ്യൂച്ചറിസ്റ്റിക് പാർട്ട്ണർഷിപ്പായിട്ട് മാറിയിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.